പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആമുഖം ആവശ്യമില്ലാത്ത ഒരു പ്രൊഫഷനാണ് മലയാളികളെ സംബന്ധിച്ച് നഴ്സിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ നഴ്സുമാർ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരുടെ സേവന തൽപരതയൊക്കെ തന്നെ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. ലോകത്തിന് മികച്ച നഴ്സുമാരെ സംഭാവന ചെയ്യുന്ന ഒരിടമായി നമ്മുടെ ഈ കൊച്ചു കേരളം വർഷങ്ങൾക്ക് മുൻപ് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നഴ്സിംഗ് മേഖലയിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും അതിനകത്തുള്ള വിദ്യാഭ്യാസപരമായ കാര്യങ്ങളും തൊഴിൽപരമായ കാര്യങ്ങളും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഔദ്യോഗിക സംവിധാനമാണ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൌൺസിൽ. ഇന്നത്തെ ഹലോകാശവാണിയിൽ കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൌൺസിലിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനായി എത്തിയിരിക്കുന്നത് കൌൺസിൽ രജിസ്ട്രാർ ഡോക്ടർ സോന പി എസ് ആണ്. മാഡം, ഈ പരിപാടിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമസ്തേ. നമുക്ക് ഞാനിപ്പോൾ ആമുഖത്തിൽ സൂചിപ്പിച്ചു നഴ്സിംഗ് കൌൺസിലിനെ പറ്റി. നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൌൺസിലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ കൌൺസിലിന്റെ പേരെന്ന് പറയുന്നത് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിൽ എന്നതാണ്. അതായത് KNMC എന്ന് നമ്മൾ പറയും. നമുക്ക് ചുരുക്കത്തിൽ നഴ്സിംഗ് കൌൺസിൽ എന്ന് വേണമെങ്കിലും പറയാം. ഇത് 1953 കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ആക്ട് മുഖേന സ്ഥാപിതമായ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. 2008 മുൻപ് വരെ നമ്മുടെ കൌൺസിൽ ഒരു കമ്പൈൻഡ് കൌൺസിലായിരുന്നു. അതായത് മെഡിക്കൽ, ഹോമിയോ, മറ്റ് ഡെന്റൽ എല്ലാ കൌൺസിലുമായി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കൌൺസിലായിരുന്നു. 2008 നമുക്കൊരു പ്രത്യേക പ്രൊവിഷനിലൂടെ ഒരു സെപ്പറേറ്റ് നഴ്സിംഗ് കൌൺസിൽ ആയിട്ട് തന്നെ രൂപീകൃതമായി. അതുപോലെ തന്നെ ഒരു നഴ്സ് രജിസ്ട്രാർ എന്നൊരു പോസ്റ്റും കൂടി സർക്കാർ അനുവദിച്ചു തന്നു. അപ്പോൾ ഡോക്ടർ കൊച്ചുത്രേസ്യാമ്മ തോമസ് മാഡമായിരുന്നു നഴ്സിംഗ് കൌൺസിലിന്റെ ആദ്യ രജിസ്ട്രാർ. അതുപോലെ തന്നെ മേഖലയ്ക്ക് നമ്മുടെ നഴ്സിംഗ് മേഖലയ്ക്ക് ഏകീകൃത സ്വഭാവം കൊണ്ടുവരുന്നതിലൂടെ ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നതാണ് നഴ്സിംഗ് കൌൺസിലിന്റെ പ്രധാന ഉത്തരവാദിത്വം. നമ്മുടെ മെയിൻ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായും നമുക്കിപ്പോ ഒരു പ്രൊഫഷന് ഒരു നമുക്ക് ഒരു അന്താരാഷ്ട്ര തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു രാജ്യത്ത് ഒരു ബോഡി ഉണ്ടാവുമല്ലോ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു പ്രൊഫഷന്. ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ടോ? അതായത് നമുക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലുണ്ട്. ആ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ നിയമങ്ങൾക്കും ഗൈഡ് ലൈൻസിനും ബാധകമായ രീതിയിലാണ് കേരള നഴ്സിംഗ് കൌൺസിൽ പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നഴ്സിംഗിൽ കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ നഴ്സുമാരാകാനുള്ള ആ ഒരു രജിസ്ട്രേഷൻ നൽകുക എന്നത് തന്നെയാണ് കൌൺസിലിന്റെ ഒരു പ്രധാന ഉത്തരവാദിത്വം. അതുപോലെ തന്നെ നഴ്സിംഗ് സ്കൂളുകൾ, കോളേജുകൾ ഇവ പരിശോധിച്ചതിന് ശേഷം അംഗീകാരം നൽകുക. അത് നമ്മൾ എല്ലാ വർഷവും പരിശോധനകൾ നടത്താറുണ്ട്. ഇപ്പൊ നമ്മൾ ഏതൊരു പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളൊരു നമ്പർ സൂചിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു നമ്പർ ഉണ്ടോ? അതായത് നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്നുണ്ട് നഴ്സിംഗുമായി ബന്ധപ്പെട്ട്. നമുക്കൊരു പ്രധാന പോരായ്മ എന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇന്ത്യ ഒട്ടാകെ നഴ്സുമാർക്ക് ഒരു യുണീക്ക് ID എന്നത് ഇതുവരെയും നിലവിൽ വന്നിട്ടില്ല. ഒരു ശ്രോതാവ് ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ജിഹാമി, തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇന്ന് നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. നമ്മളോടൊപ്പം കൌൺസിൽ രജിസ്ട്രാർ ഡോക്ടർ സോന PS ഉണ്ട്. ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഒരു ഡൗട്ട് ചോദിക്കാനാണ്. മറ്റൊരു സ്റ്റേറ്റിൽ പഠിച്ച ഒരു കുട്ടിക്ക് ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. നമുക്ക് മറ്റൊരു സ്റ്റേറ്റിൽ പഠിച്ച ഒരു കുട്ടിക്ക് കേരളത്തിൽ രജിസ്ട്രേഷൻ കൊടുക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ആ സ്ഥാപനത്തിന്, കുട്ടി പഠിച്ച സ്ഥാപനത്തിന് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അംഗീകാരം ഉണ്ടോ എന്ന് നോക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ അംഗീകാരം ഉള്ള കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമേ കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ പഠിച്ച കൌൺസിലിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് കർണാടകയിൽ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ കർണാടക നഴ്സിംഗ് കൌൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആ കൌൺസിൽ നമുക്ക് കേരള നഴ്സിംഗ് കൌൺസിലിലേക്ക് ഈ കൌൺസിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് തരണം. ആ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അവിടുത്തെ രജിസ്ട്രാർ നമ്മുടെ കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രാർക്ക് തന്നെ തരണം. അത് തന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ വെച്ചിട്ട് രജിസ്ട്രേഷൻ തരാവുന്നതാണ്. ഓക്കെ, അപ്പൊ അവിടെ അടുത്ത് PG ചെയ്യുമ്പോൾ കേരളയിൽ ചെയ്യാൻ കഴിയുമോ?
PG ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കേരളയിൽ ചെയ്യാൻ കഴിയും. അപ്പം നമ്മുടെ അവിടുത്തെ രജിസ്ട്രേഷൻ ഇപ്പൊ കേരളയിലേക്ക് മാറ്റിയതിനു ശേഷം, കാരണം കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്കേ കേരളത്തിൽ PG ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ എടുക്കുക എന്നതാണ് അതിനകത്തെ ഒരു പ്രധാന കാര്യം. അതിനുശേഷം PGക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അത് PSCയിലോട്ട് നമുക്ക് അടുത്ത് PSC ടെസ്റ്റ് ചെയ്യുമ്പോൾ PGയുടെ ബേസിൽ എഴുതാൻ കഴിയുമോ, അതോ ഇപ്പൊ ഈ ഡിഗ്രി ഇത് ചെയ്യാൻ കഴിയുമോ? PSC ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വിവിധ PSC ടെസ്റ്റുകളുണ്ട്. നഴ്സിംഗ് ഓഫീസർക്കുള്ള PSC ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കോളേജുകളിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ടെസ്റ്റുകളുമുണ്ട്. അപ്പൊ നഴ്സിംഗ് ഓഫീസേഴ്സ് ഉള്ള ടെസ്റ്റിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് GNM ആണ്. അപ്പോഴും നമ്മുടെ കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ അവിടെ ബാധകമാക്കിയിട്ടുണ്ട്. അത് നമ്മൾ PSCയുടെ മാൻഡേറ്റ് എന്താണോ പറയുന്നത്, എന്തൊക്കെയാണോ പറയുന്നത് അതനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഒരു കാൻഡിഡേറ്റിന് ഉണ്ടായിരിക്കണം. വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. മാഡം, താങ്കളിപ്പോ GNM എന്നുള്ള കോഴ്സിനെ കുറിച്ച് സൂചിപ്പിച്ചു. നമ്മുടെ നാട്ടിലുള്ള ഒരു ഡിപ്ലോമ കോഴ്സാണ്. നഴ്സിംഗ് ഓഫീസർ തലത്തിലുള്ള PSC പരീക്ഷകൾക്കുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നു. മറുവശത്ത് ഡിഗ്രി ഉണ്ട്, BSc ഉണ്ട്. അപ്പൊ ഇത് രണ്ടും റെഗുലേറ്റ് ചെയ്യുന്നത് KNMC തന്നെയാണോ? അതായത് നമ്മുടെ ജനറൽ നഴ്സിംഗ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുന്നത്, GNM കോഴ്സ് എന്ന് പറയുന്നത് 3 വർഷം ഉള്ള ഒരു ഡിപ്ലോമ പ്രോഗ്രാമാണ്. ആ ഡിപ്ലോമ പ്രോഗ്രാം നടത്തുന്നത്, അതിന്റെ കോഴ്സ് കണ്ടക്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ പരീക്ഷകൾ നടത്തുന്നതും എല്ലാം നഴ്സിംഗ് കൌൺസിലാണ്. BSc നഴ്സിംഗ് എന്ന് പറയുന്നത് 4 വർഷ പ്രോഗ്രാമാണ്. അക്കാഡമിക് സ്വഭാവം കൂടെ കൌൺസിലിനുണ്ട്. ഇതിന്റെ കരിക്കുലം രൂപീകരിക്കുക, അതൊക്കെ തീർച്ചയായിട്ടും. അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ ഒരു കരിക്കുലമാണ് എല്ലാ പ്രോഗ്രാമിനും ഉള്ളത്. ആ കരിക്കുലം അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കേരള നഴ്സിംഗ് കൌൺസിൽ ഈ GNM പ്രോഗ്രാം നടത്തുന്നത്. ഇത് നടത്തുന്നത് നഴ്സിംഗ് സ്കൂളുകൾ വഴിയാണ്. നഴ്സിംഗ് സ്കൂളുകളാണ്. ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളുമുണ്ട്. എല്ലാ ജില്ലയിലും ഓരോ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ നഴ്സിംഗ് സ്കൂളുകളുണ്ട്. ഒരു ശ്രോതാവ് ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് തങ്കി, നെടുമങ്ങാട് നിന്നാണ് വിളിക്കുന്നത്. നെടുമങ്ങാട് നിന്നാണ്. നഴ്സിംഗ് മേഖലയിലെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, ചോദിച്ചോളൂ. നഴ്സിംഗ് മേഖല തന്നെയാണ്. എന്റെ മോളിപ്പോ BSc നഴ്സിംഗ് ആയുർവേദ പഠിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ ആയുർവേദം അവിടെ കൌൺസിലിംഗിന്റെ രജിസ്ട്രേഷൻ ഇല്ല എന്നൊരിതുണ്ട്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് അംഗീകാരം ഉണ്ടോ എന്നാണ് അറിയുന്നത്. ഈ 4ാം വർഷമാണ് ഇപ്പൊ. 4ാം വർഷം പഠിക്കുന്നു. ഇതായത് നമ്മുടെ ആയുർവേദ BSc നഴ്സിംഗ് നമ്മുടെ കേരള നഴ്സിംഗ് കൌൺസിലിന്റെ അടിയിൽ വരുന്ന ഒരു കോഴ്സല്ല. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയും അംഗീകരിച്ചിട്ടുള്ള ഒരു കോഴ്സല്ല. അപ്പൊ അത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് അവർക്ക് ആയുർവേദ BSc നഴ്സിംഗുകാർക്ക് നമുക്കിവിടെ രജിസ്ട്രേഷൻ നൽകാൻ നിലവിലത്തെ നിയമപ്രകാരം സാധ്യമല്ല. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി സാധ്യത അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ? ആയുർവേദ BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് എനിക്ക് തോന്നുന്നത് PSC ടെസ്റ്റുകളിൽ അവർക്ക് പ്രത്യേകമായിട്ട് ആയുർവേദ നഴ്സസിനെ വിളിക്കാറുണ്ട്. പക്ഷെ അതും ഈ ആയുർവേദം പഠിച്ചവരെ അല്ല വിളിച്ച് കണ്ടുവരുന്നത്. നമ്മുടെ സാധാരണ നഴ്സിംഗ് പഠിച്ചവരെയാണ് അതിനകത്ത് കണ്ടുവരുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വിശദമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. കാരണം ഈ ആയുർവേദ BSc നഴ്സിംഗ് നമ്മുടെ നഴ്സിംഗ് കൌൺസിലുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ലാത്തതിനാൽ. അപ്പൊ മാഡം, ഇത് അംഗീകാരം ഇല്ലാത്ത ഒരു കോഴ്സിന് പിന്നെ LDS മുഖാന്തരം അപേക്ഷ ക്ഷണിച്ച് പഠിക്കാൻ പോയതാണ്. മാഡം, ഇത് നഴ്സിംഗ് കൌൺസിൽ KNMCയുടെ റെഗുലേഷൻ പരിധിയിൽ വരുന്ന ഒരു വിഷയമല്ല. എന്തായാലും ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന് നന്ദി. നമ്മൾ GNMനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ശ്രോതാവ് വിളിച്ചതുപോലെ പല കോഴ്സുകളോട് ചേർന്നും ഒരുപക്ഷെ നഴ്സിംഗ് എന്നുള്ളൊരു വാക്ക് വരുമ്പോഴേക്കും കൃത്യമായൊരു റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ GNMനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് തുടരാം മാഡം. അപ്പൊ GNM നമ്മുടെ പ്രോഗ്രാം നടത്തുന്നു. 3 വർഷ കോഴ്സാണ് ഇപ്പോൾ നടത്തി വരുന്നത്. GNMന്റെ പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നത് നഴ്സിംഗ് കൌൺസിലാണ്. എന്റെ പേപ്പർ നോക്കുന്നത്, ആൻസർ പേപ്പർ നോക്കുന്നത് സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പ് നഴ്സിംഗ് കൌൺസിൽ തന്നെയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ പരീക്ഷാഫലം പബ്ലിഷ് ചെയ്യുന്നത് നഴ്സിംഗ് കൌൺസിലാണ്. BSc നഴ്സിംഗിനെ സംബന്ധിച്ചിടത്തോളം 4 വർഷമുള്ള BSc നഴ്സിംഗ് കോഴ്സുണ്ട്. 2 വർഷമുള്ള പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സുണ്ട്. ഈ GNM ഒഴികെയുള്ള മറ്റ് കോഴ്സുകളൊക്കെ യൂണിവേഴ്സിറ്റി തലത്തിലാണോ? അതെ, ഡിഗ്രി പ്രോഗ്രാമുകൾ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അതുപോലെ തന്നെ MSc നഴ്സിംഗ് 2 വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ദെൻ PhD നഴ്സിംഗ് PhD, ഇതെല്ലാം യൂണിവേഴ്സിറ്റി തലത്തിലാണ് നടത്തിവരുന്നത്. പരീക്ഷകൾ നടത്തുന്നതും സിലബസ് എല്ലാം ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ പ്രിസ്ക്രൈബ് ചെയ്ത സിലബസ് തന്നെയാണ്. എന്നിരുന്നാലും പരീക്ഷകൾ നടത്തുന്നത് യൂണിവേഴ്സിറ്റി തലത്തിലാണ്. അതിന്റെയൊക്കെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത് കൌൺസിലുമാണ്. അതെ.
ഇത്തരത്തില് നഴ്സിംഗ് മേഖലയിൽ നമ്മുടെ നാട്ടിൽ ഡിപ്ലോമ പഠന സാധ്യതയുണ്ട്, ബിരുദമുണ്ട്, ബിരുദാനന്തര ബിരുദമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ANM അല്ലെങ്കിൽ ഈ പറഞ്ഞ നഴ്സിംഗ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഓക്സിലറി ആൻഡ് മിഡ്വൈഫ് അത്തരത്തിലുള്ള കോഴ്സുകൾ നിലവിലുണ്ടല്ലോ. ഒരു ശ്രോതാവ് ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഞാൻ എന്റെ പേര് ലത, കായംകുളത്ത് നിന്ന് വിളിക്കുന്നു. ചോദിച്ചോളൂ. നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയം ചോദിച്ചോളൂ. അതെ, സാറേ എന്റെ മോളാണെങ്കിൽ എയിംസ് BSc നഴ്സിംഗിന് ഓണേഴ്സ് പഠിക്കുന്നു. അപ്പൊ മോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് TSC ഒക്കെ എഴുതണമെങ്കിൽ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണോ? തീർച്ചയായിട്ടും. നമ്മൾ എവിടെ പഠിച്ചാലും കേരളത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്റ്റർ ചെയ്താലേ സാധിക്കുകയുള്ളൂ. അതിനവർ ചെയ്യേണ്ടത് ഏത് എയിംസിലാണ് അമ്മയുടെ മോള് പഠിക്കുന്നത്? മോള് എയിംസ് മംഗളഗിരി. അപ്പൊ ആന്ധ്രാപ്രദേശ്. അതെ. അപ്പൊ ആദ്യമായി വേണ്ടത് ഈ കോഴ്സ് കഴിയുമ്പോൾ ആന്ധ്രാപ്രദേശ് നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷനാണ് വേണ്ടത്. പിന്നീട് ആന്ധ്രാപ്രദേശ് നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രാർ തരുന്ന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കേരളത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ എയിംസ് ആയതുകൊണ്ട് അതിനകത്ത് കുഴപ്പമില്ല. കുട്ടി ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ മാനദണ്ഡ പ്രകാരമുള്ള കോളേജിലാണ് പഠിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക എന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു പ്രശ്നമായിട്ടുള്ളത്. എയിംസിലാവുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അത് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ കീഴിലുള്ള അംഗീകാരമുള്ള സ്ഥാപനമായിരിക്കും. അതെ. അത് കുട്ടിയുടെ കോളേജ് വഴി അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. കുട്ടി പഠനം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് കുട്ടി പഠിച്ച കോളേജ് വഴിയാണ്. കുട്ടി പഠിച്ച കോളേജ് വഴിയുള്ള ആപ്ലിക്കേഷൻ അതാത് കൌൺസിലിലേക്ക് കൊടുത്താണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. അത് കോഴ്സ് കഴിയുമ്പോൾ കോളേജുകാർ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. നമ്മൾ ANM എന്നുള്ള കോഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ANM കോഴ്സ് മുമ്പേ സൂചിപ്പിച്ച പോലെ നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രോഗ്രാം അല്ല. ANM എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 10 മാസ കോഴ്സ് ആയിരുന്നെങ്കിലും ഇപ്പോൾ ANM ഒരു 2 വർഷ കോഴ്സാണ്. അപ്പൊ അവർക്ക് മെയിനായിട്ട് അവരുടെ സിലബസിൽ അവര് കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യാൻ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കരിക്കുലമാണ് അവർക്കുള്ളത്, INC തന്നിട്ടുള്ളത്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ JPHN ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു പ്രധാന ക്വാളിഫിക്കേഷനാണ് ഈ ANM കോഴ്സ് എന്ന് പറയുന്നത്. ഈ ANM കോഴ്സിന്റെ പരീക്ഷ നടത്തുന്നതും അതുപോലെ തന്നെ പേപ്പറുകൾ നോക്കുന്നതും ഫലം പ്രസിദ്ധീകരിക്കുന്നതും എല്ലാം നഴ്സിംഗ് കൌൺസിലാണ്. അതിന്റെ രജിസ്ട്രേഷനും നഴ്സിംഗ് കൌൺസിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിനു പുറമെ നഴ്സസ് ആൻഡ് മിഡ്വൈഫറി കൌൺസിലിന്റെ മറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പം കോഴ്സുകൾ പറയുമ്പം ഒരു കോഴ്സും കൂടെ നമ്മുടെ നഴ്സിംഗ് കൌൺസിൽ നടത്തുന്നുണ്ട്. അതായത് 1 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകൾ നഴ്സിംഗ് കൌൺസിൽ നടത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ്, എമർജൻസി നഴ്സിംഗ്, ദെൻ ഓങ്കോളജി നഴ്സിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് തുടങ്ങിയ 1 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളാണ്. GNM കഴിഞ്ഞ ഒരു കുട്ടിക്ക് അല്ലെ BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഒരു പ്രത്യേക ഏരിയയിൽ കുറച്ചുകൂടി ഒരു വൈദഗ്ധ്യം വേണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ചില എക്സ്പീരിയൻസുകൾ വളരെ പ്രാധാന്യമേറിയതാണല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള കുട്ടികൾക്ക് ചില പ്രത്യേക ഏരിയയിൽ കുറച്ചുകൂടി വൈദഗ്ധ്യം നേടാനായിട്ട് ഇത്തരത്തിലുള്ള കോഴ്സുകൾ സഹായിക്കും. അത്തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നത് ഏത് സ്ഥാപനങ്ങൾ വഴിയാണ്? അത്തരത്തിലുള്ള കോഴ്സ് നടത്തുന്നത് നമ്മുടെ നഴ്സിംഗ് സ്ഥാപനങ്ങൾ തന്നെയാണ്. നമ്മുടെ നഴ്സിംഗ് കോളേജുകൾ തന്നെയാണ്. നഴ്സിംഗ് കോളേജുകളിൽ ഈ ഇതുപോലെ തന്നെ BSc നഴ്സിംഗ് നടത്താം, GNM നടത്താം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്ലോമ പ്രോഗ്രാമുകൾ നടത്താം. അതിനും കൌൺസിലിന്റെ അംഗീകാരം വേണം. കൌൺസിലിന്റെ അംഗീകാരം വേണം എന്ന് പറയുമ്പോൾ അതിന് വിവിധ നടപടിക്രമങ്ങളുണ്ട്. അതായത് നമ്മൾ ആദ്യം ഒരു സ്ഥാപനത്തിൽ ഒരു കോഴ്സ് തുടങ്ങാൻ വേണ്ടി. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കാമോ? കുറച്ചേക്ക്. ഹലോ, ചോദിച്ചോളൂ. പിന്നെ എന്റെ മോള് BSc നഴ്സിംഗ് പഠിക്കുകയാണ് മാഡം. പിന്നെ പത്തനംതിട്ടയിലാണ് സാർ. അപ്പോഴ് കഴിഞ്ഞ വർഷം പുതിയൊരു കോളേജ് എന്നും പറഞ്ഞ് ഇപ്പൊ തുടങ്ങിയതാണ്. അതിൽ INCയുടെ അംഗീകാരമൊന്നും കിട്ടിയിട്ടില്ല മാഡം. ഏത് കോളേജാണ്? പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജാണോ? അതെ. പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് INC അംഗീകാരം നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്തു വരുന്നുണ്ട്. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ അതിന് നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുമ്പോൾ ആദ്യ ദശയിൽ ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വന്നേക്കാം കോളേജുകൾ ആരംഭിക്കുമ്പോൾ. പക്ഷേ തീർച്ചയായിട്ടും ആ കോളേജിന് ഉടനെ തന്നെ INC അംഗീകാരം ലഭിക്കുന്നതായിരിക്കും. അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളതായിട്ടാണ് എന്റെ അറിവ്. മാഡം, പിന്നെ നമുക്ക് തന്നെ ഈ INC അംഗീകാരം ഇല്ല എന്നുള്ള ഒരു ഇതില് ഈ ഗ്രാന്റ് ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല മാഡം. INC അംഗീകാരം ലഭ്യമാകുന്ന മുറയ്ക്ക് അതും കിട്ടുന്നതായിരിക്കും. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും ആശങ്കപ്പെടാതെ മുന്നോട്ട് പോവുക. ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന് നന്ദി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ചാണ്. വിവിധ ഡിപ്ലോമ കോഴ്സുകൾ. അപ്പൊ ഇതിനകത്ത് ഓരോ കോഴ്സിന്റെയും ആവശ്യകതകൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. പിന്നെ വിഷയത്തിൽ ഡിപ്ലോമ അതിന്റേതായ ക്ലിനിക്കൽ സൗകര്യമൊക്കെ ഉണ്ടാവണമല്ലോ. അതിനെക്കുറിച്ച്. അതെ, നമുക്കിപ്പോ ഒരു ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് എന്നുള്ള ഒരു കോഴ്സ് നടത്തണമെങ്കിൽ നമുക്ക് ഈ INC പറയുന്നൊരു സിലബസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സിലബസ് നടപ്പിലാക്കാനുള്ള ഭൌതിക സാഹചര്യങ്ങൾ ആ ആശുപത്രിയിൽ ഉണ്ടെന്ന് ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ നഴ്സിംഗ് കൌൺസിൽ നിയോഗിക്കുന്ന ഇൻസ്പെക്ടേഴ്സ് പോയി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കോഴ്സുകൾ തുടങ്ങാനായിട്ട് അനുമതി നൽകുകയുള്ളൂ. നമുക്കിപ്പോ നമ്മുടെ ശ്രോതാക്കളിൽ തന്നെ പലരുടെയും കുട്ടികളൊക്കെ പുറത്ത് പഠിക്കുന്നുണ്ട്, ചിലർ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് ഒരു സംസ്ഥാനത്ത് പഠിക്കുന്ന സ്ഥലത്ത് തന്നെയല്ലേ, അതാത് കൌൺസിലിൽ തന്നെയല്ലേ രജിസ്റ്റർ ചെയ്യേണ്ടത്? അതെ, പഠനം പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പഠിച്ച ആ സംസ്ഥാനത്തെ കൌൺസിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ BSc പഠിച്ച ഒരു കുട്ടി ബാംഗ്ലൂരിലേക്ക് പോയി MSc ചെയ്യുന്നതിന് മുമ്പ് ബാംഗ്ലൂർ അല്ലെ കർണാടകയിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യേണ്ട അക്കാഡമിക് ആയൊരു പഠനത്തിന് ശരിക്കും അതാത് സംസ്ഥാനങ്ങളിലെ നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഇവിടെയും MSc നഴ്സിംഗ് പഠിക്കാൻ വരുന്ന കുട്ടിക്ക് നമ്മൾ കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ ചോദിക്കുകയാണല്ലോ. അതുപോലെ തന്നെ കർണാടകയിൽ പഠിക്കാൻ പോകുമ്പോഴും അവിടുത്തെ കർണാടക നഴ്സിംഗ് കൌൺസിലിന്റെ രജിസ്ട്രേഷൻ ആദ്യം അവർ എടുക്കാൻ പറയും. അപ്പൊ അതിനുശേഷം ഈ MSc പഠിച്ചു കഴിയുമ്പോൾ MScയുടെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്നൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് കർണാടക നഴ്സിംഗ് കൌൺസിൽ സാധിക്കും. അതിനുശേഷം വീണ്ടും ഈ കുട്ടിക്ക് കേരളത്തിൽ വന്ന് പഠിക്കണമെങ്കിൽ അവിടെ നിന്ന് NOC മേടിച്ചിട്ട് തിരിച്ചു വന്ന് കേരള നഴ്സിംഗ് കൌൺസിലിൽ വന്ന് രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. ഈ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ എന്തെങ്കിലും ഭാവി നടപടികൾ നടന്നു വരുന്നുണ്ടോ? ഭാവി നടപടികൾ എന്ന് നമുക്ക് പറയാനായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ ഇപ്പോൾ ഒരു നഴ്സസ് യുണീക്ക് ID എന്നൊരു സംവിധാനം NUID സംവിധാനം കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഒട്ടാകെ നഴ്സുമാർക്ക് ഒരു യുണീക്ക് ID എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. കാരണം കേരളത്തിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം 4,11,000 നഴ്സുമാരുണ്ട്, രജിസ്ട്രൻസ് ഉണ്ട്. അപ്പൊ അവരുടെ തന്നെ എല്ലാവരുടെയും ഈ NUID രജിസ്ട്രേഷൻസ് പൂർത്തീകരിച്ചിട്ടില്ല. ഏകദേശം 1.5 ലക്ഷം ആൾക്കാരുടെ മാത്രമേ NUID രജിസ്ട്രേഷൻസ് പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഈ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണോ അതോ ഈ അപേക്ഷകർ അപ്ലൈ ചെയ്തിട്ടാണോ NUID അലോട്ട് ചെയ്യുന്നത്? അപേക്ഷകർ അപ്ലൈ ചെയ്യണം. ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് INC ഒരു പ്രത്യേക ഒരു സ്ഥാപനത്തിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അവർ പറയുന്ന സ്ഥലത്ത് പോയി നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെ അവരുടെ കാണിച്ച് അപ്ലോഡ് ചെയ്ത് ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾക്ക് തന്നെയും ഇൻഡിവിജ്വലി അത് ഓൺലൈനായിട്ട് ചെയ്തു തുടങ്ങാവുന്നതാണ്. അത് ചെയ്ത് അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ അതാത് സ്റ്റേറ്റ് നഴ്സിംഗ് കൌൺസിൽ അത് പരിശോധിച്ച് അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ കാണുമല്ലോ, അങ്ങനത്തെ രേഖകളെല്ലാം പരിശോധിച്ച് അത് നമ്മുടെ നഴ്സിംഗ് കൌൺസിലിൽ 2 തലത്തിൽ അപ്രൂവൽ ഉണ്ട്. ആ 2 അപ്രൂവലും കഴിഞ്ഞതിന് ശേഷം NUID അലോട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അത്തരത്തിലൊരു യുണീക്ക് ID ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് ഏത് സംസ്ഥാനത്തും നമുക്ക് പഠിക്കാനും അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാവുമോ? അല്ല, പഠിക്കാൻ എന്ന് പറയുമ്പോൾ നഴ്സസ് യുണീക്ക് ID അല്ലേ, നമുക്ക് പഠിക്കാൻ വേണ്ടി ആ ഒരു ID കൊടുക്കാൻ പറ്റില്ലല്ലോ. പഠിച്ചു കഴിഞ്ഞ ഒരു നഴ്സായ ഒരു ആൾക്കാണ് ഈ ഒരു യുണീക്ക് ID കിട്ടുന്നത്. അപ്പൊ ആ യുണീക്ക് ID കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇതുവരെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഇപ്പൊ ഒരു യുണീക്ക് ID കിട്ടുമ്പോൾ നമ്മൾ ഇന്ത്യ ഒട്ടാകെ ഒരു നമ്പർ നഴ്സസിന് കിട്ടും എന്നതിലുപരി ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ഭാവിയിൽ തീരുമാനിക്കപ്പെടുമായിരിക്കും. അതുപോലെ നമ്മളിപ്പോ നമ്മുടെ പല രജിസ്ട്രേഷനുകൾ ചെയ്യുക അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യുക, അത് പുതുക്കുക, ഇതൊക്കെ കൂടുതലായിപ്പോൾ നമ്മൾ ടെക്നോളജി വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ നഴ്സസ് ആൻഡ് മിഡ് വൈഫറി കൌൺസിൽ വെബ്സൈറ്റ് വഴി നമുക്ക് ലഭ്യമായിട്ടുള്ള സേവനങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നഴ്സസ് ആൻഡ് മിഡ് വൈഫറിയുടെ വെബ്സൈറ്റ്, അതായത് nursingcouncil.org എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ
നമുക്കിതിന്റെ എല്ലാം വിശദാംശങ്ങൾ ലഭ്യമാണ്. ഓരോരോ കാര്യത്തിന്റെയും, അതായത് എങ്ങനെ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ പഠിച്ചൊരു കുട്ടിക്കാണെങ്കിൽ അതിന് പറയുന്നത് പ്രൈമറി രജിസ്ട്രേഷൻ എന്നാണ്. പിന്നീട് കേരളത്തിന് വെളിയിൽ പഠിച്ച ഒരു കുട്ടി ഇങ്ങോട്ട് രജിസ്ട്രേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ പറയുന്നതിന് റെസിപ്രോക്കൽ രജിസ്ട്രേഷൻ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ഓൺലൈൻ സംവിധാനം നിലവിലുണ്ട്. നമുക്ക് ആ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തരണം. അതുപോലെ തന്നെ നമുക്ക് ഫീസ് അടയ്ക്കുന്നതും ഇപ്പോൾ ഓൺലൈൻ സംവിധാനമായിട്ടുണ്ട്. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാം. പക്ഷെ നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പം ഫുള്ളി ഓട്ടോമേറ്റഡ് ആവാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഓൺലൈൻ ചെയ്യുന്ന ആപ്ലിക്കേഷന്റെയും ഈ ഫീസ് അടച്ചതിന്റെയും വിവരങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മുടെ നഴ്സിംഗ് കൌൺസിലിൽ ഒന്നുകിൽ കൊണ്ടുതരികയോ അല്ലെങ്കിൽ അയച്ചു തരികയോ ചെയ്യാവുന്നതാണ്. അപ്പൊ ആ അയച്ചു തരുമ്പോൾ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ നമുക്ക് പഴയ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിനും എന്തൊക്കെ രേഖകളാണ് അനുബന്ധമായി സമർപ്പിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ നഴ്സിംഗ് കൌൺസിൽ വെബ്സൈറ്റിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതായത് അപ്പൊ നമ്മൾ മറ്റൊരു വിഷയം, നമ്മൾ നഴ്സിംഗ് എന്ന് പറഞ്ഞ മേഖല പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ അഡ്മിഷൻ മുതൽ വിദേശത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് വരെ നിരവധി ഏജൻസികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിൽ പലരും വിദ്യാർത്ഥികളെയും ഈ പറഞ്ഞ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നവരെയൊക്കെ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങളും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഈ കൌൺസിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഏതെങ്കിലും ഏജൻസികളോ അങ്ങനെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? നമുക്ക് കൌൺസിലിന്റേതായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഏജന്റുമാരെയും കൌൺസിലിന്റെ സംവിധാനത്തിന് ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ കുട്ടികൾ നമുക്കറിയാമല്ലോ, നമ്മൾ എപ്പോഴും ഒരു ഓഫീസ് സംവിധാനത്തില് നമ്മളൊരു കാര്യം, ഇപ്പൊ ഒരു വില്ലേജ് ഓഫീസിൽ പോയി ഒരു കാര്യം സാധിക്കാനാണെങ്കിൽ തന്നെ നമ്മൾ ഒരാളെ ഏൽപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് കാര്യം സാധിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ കുറച്ച് പൈസ കൊടുക്കും, അയാൾ പോയി കാര്യങ്ങൾ സാധിക്കും എന്ന രീതിയിൽ ഇവിടെയും കുറെ ഏജന്റുമാർ അങ്ങനെ കുട്ടികളുടെ കയ്യിൽ നിന്ന്, ഇപ്പം നമുക്ക് വിദേശത്തോട്ടുള്ള വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിനൊക്കെ 2000 രൂപയാണ് നമ്മൾ കൌൺസിൽ മേടിക്കുന്നത്. അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ വഴി പോയി ആണെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ എളുപ്പത്തിൽ കിട്ടും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഈ ഏജന്റുമാരെ ഏൽപ്പിക്കും. ഏജന്റുമാർ ഈ 2000 രൂപയുടെ ഈ സേവനത്തിന് 5000 മുതൽ 10000 രൂപ വരെയാണ് അവർ കൈപ്പറ്റുന്നത്. എന്നിട്ട് അവര് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ കുട്ടികൾ തരുന്ന മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് നഴ്സിംഗ് കൌൺസിലിന് തരാതിരിക്കുകയും ചിലപ്പോൾ അത് നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികൾ വീണ്ടും നമ്മുടെ നഴ്സിംഗ് കൌൺസിലിൽ വന്ന് എന്താണ് എന്റേത് കിട്ടാത്തതെന്ന് അന്വേഷിക്കുമ്പോഴാണ് ആ അപേക്ഷകൾ ചിലപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല, പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് ഇവരെ ഈ കുട്ടികളെ ഒന്ന് തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ മെയിൽ ഐ ഡി കാണും അതിനകത്ത്. ഈവൻ ആ മെയിൽ ഐ ഡി പോലും ഈ ഏജന്റുമാർ തയ്യാറാക്കുന്ന മെയിൽ ഐ ഡി ആയിരിക്കും. അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ മിക്കവാറും മെയിൽ അയക്കുമ്പോൾ മറുപടിയും കിട്ടാറില്ല. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ എന്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ നഴ്സിംഗ് കൌൺസിൽ കൊടുക്കുന്ന സേവനങ്ങൾ വളരെ ലളിതമായ രീതിയിൽ കമ്പ്യൂട്ടർ അറിയാവുന്ന ആർക്കും അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ചെയ്യാവുന്നതാണ്. ഇപ്പൊ കഴിവതും ഏജന്റുമാരെ സമീപിക്കാതെ നേരിട്ട് തന്നെ ഇങ്ങനെയുള്ള സേവനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഹലോ ആകാശവാണിയിൽ നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മളോടൊപ്പമുള്ളത് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫറി കൌൺസിൽ രജിസ്ട്രാർ ഡോക്ടർ സോന PS ആണ്. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9496 949596 4321, 949655 6321, 9496 596321. അപ്പം നമ്മൾ വിവിധ തരത്തിലുള്ള കോഴ്സുകളെ പറ്റി പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചൂഷണങ്ങൾ ഒഴിവാക്കാനായി നമ്മൾ ഇത്തരത്തിലുള്ള ഇടനിലക്കാരെ സമീപിക്കേണ്ടതില്ല എന്നുള്ള വസ്തുത പറഞ്ഞു. ഇത്തരത്തിൽ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫറി കൌൺസിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊരു ഏകതാനത, ഒരു യൂണിഫോമിറ്റി, അതിന്റെ ഒരു പരിശോധന നടപടിക്രമം എങ്ങനെയാണ്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമുക്ക് ഈ ഒരു സ്ഥാപനങ്ങൾ, ഒരു കോഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നമ്മൾ ആനുവൽ അഫിലിയേഷൻ എന്ന് പറയും. എല്ലാ വർഷവും നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തി നഴ്സിംഗ് കൌൺസിൽ അഫിലിയേഷൻ നൽകാറുണ്ട്. അപ്പൊ ഈ അഫിലിയേഷൻ നൽകുന്നതിന് കുറേയേറെ മാനദണ്ഡങ്ങളുണ്ട്. അതായത് നമുക്ക് നമ്മുടെ കെട്ടിടം എങ്ങനെയുള്ളതായിരിക്കണം, ഈ കോളേജ് അല്ലെങ്കിൽ സ്കൂള് നിലനിൽക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതായിരിക്കണം, അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന് എന്തുമാത്രം വലിപ്പം ഉണ്ടായിരിക്കണം, എത്ര സ്ക്വയർ ഫീറ്റ് വേണം, അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ലിനിക്കൽ പരിശീലനത്തിന്, പ്രായോഗിക പരിശീലനത്തിന് ആവശ്യമായ ഭൌതിക സാഹചര്യങ്ങൾ, അതിനുള്ള ആശുപത്രി ഉണ്ടോ, പേരന്റ് ഹോസ്പിറ്റലുണ്ടോ. പേരന്റ് ഹോസ്പിറ്റലിൽ മുഴുവനായിട്ടും ആ സൌകര്യം ഇല്ലെങ്കിൽ, അതായത് ക്ലിനിക്കൽ സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ
കുട്ടികൾക്ക് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആശുപത്രികളുടെ പ്രയോജനം എടുക്കുന്നുണ്ടോ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ കരിക്കുലം എങ്ങനെയാണ് അവിടെ ആ കോളേജിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളുമായി നേരിട്ട് സംവദിക്കാറുണ്ട് ഇൻസ്പെക്ടേഴ്സ്. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഒരു 30% കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തണമെന്നാണ്, മിനിമം 30% ഹോസ്റ്റൽ സൌകര്യം നൽകണമെന്നാണ് INC പറയുന്നത്. അപ്പൊ അതിനുള്ള സൌകര്യങ്ങളുണ്ടോ, അപ്പം നമ്മുടെ മെസ് ഹാളും എല്ലാം നേരിട്ട് പരിശോധിച്ച് അതിന്റെ വൃത്തി, വെടിപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ കോളേജ് ലൈബ്രറി, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള നമുക്ക് പഠനം മാത്രം പോരല്ലോ ഒരു കുട്ടിയുടെ വികസനത്തിന്, കലാകായിക പ്രവർത്തനങ്ങളും എല്ലാം വേണം. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ, ഇതെല്ലാം സമഗ്രമായിട്ട് പരിശോധിച്ച് ഈ ഇൻസ്പെക്ടേഴ്സ് റിപ്പോർട്ട് തരുന്നത് കൌൺസിൽ വിശദമായിട്ട് പരിശോധിച്ച് അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീണ്ടും പരിശോധന നടത്തി അങ്ങനെ ഒരു കൃത്യമായ ഒരു പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമ്മൾ കൌൺസിൽ രജിസ്ട്രേഷൻ നൽകുന്ന അഫിലിയേഷൻ നൽകുന്ന ഓരോരോ സ്ഥാപനത്തിനും. അപ്പൊ അങ്ങനെയുള്ള അഫിലിയേഷൻ ഉള്ള സ്ഥാപനത്തിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ ഇത്തരം ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. കേരള നഴ്സിംഗ് കൌൺസിലുമായി അഫിലിയേറ്റീവ് സ്ഥാപനം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഇത് 3 തലത്തിലാണ് അഫിലിയേഷൻ കൊടുക്കുന്നത്. ഒരു സ്ഥാപനം ആദ്യം തുടങ്ങണമെങ്കിൽ നമുക്ക് സർക്കാരിന്റെ ഒരു NOC എന്നൊരു പ്രോസസ് ഉണ്ട്. സർക്കാർ തലത്തിൽ ഇപ്പൊ കോളേജ് ആണെങ്കിൽ ഒരു ശ്രോതാവ് ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ നമസ്കാരം, പേര് പറഞ്ഞോളൂ. മാഡം ഒരു സംശയം ചോദിക്കാനാണ്. പറഞ്ഞോളൂ. എന്റെ മരുമോള് ANM കോഴ്സ് പാസ്സായതാണ്. ഓക്കെ. 2 വർഷത്തെ കോഴ്സ്. അതെ. അപ്പൊ ആ പാസ്സായതിനു ശേഷം കുട്ടിക്ക് കല്യാണമൊക്കെ നടന്ന് എന്റെ മോൻ കെട്ടി. പിന്നെ ജോലിക്കൊന്നും പോയില്ല. ഓക്കെ. എത്ര നാളായി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം? എത്ര നാളായിട്ടുണ്ട്? 5-6 വർഷം കഴിഞ്ഞു. ഓക്കെ. ഇതുവരെ ജോലിക്കൊന്നും പോയില്ല? ഇതുവരെ ജോലിക്കൊന്നും പോയില്ല. ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ഒക്കെ പോയിട്ടുണ്ട്. ഓക്കെ. ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ. ആ ട്രെയിനിങ് നടക്കുന്ന സമയത്താണ് അവൻ കെട്ടിയത്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് PSC പരീക്ഷകൾ എഴുതാമല്ലോ. നമ്മുടെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നുള്ള തസ്തികയിലോട്ട് JPHN തസ്തികകളിലോട്ട് PSC വിളിക്കും. PSC വിളിക്കുമ്പോഴേക്കും എഴുതാമോ? അതെ, ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള തസ്തികയാണ് JPHN എന്ന് പറയുന്നത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടി പഠിച്ചത് നമ്മുടെ നഴ്സിംഗ് കൌൺസിലിന് അംഗീകാരമുള്ള സ്ഥാപനത്തിലാണോ? അതിന് അംഗീകാരമുണ്ടോ? അതുപോലെ തന്നെ കുട്ടിക്ക് രജിസ്ട്രേഷൻ ഉള്ളതാണോ? നഴ്സിംഗ് കൌൺസിലിന് രജിസ്ട്രേഷൻ ഉണ്ടോ? ആ കുട്ടിക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. ഇനി ചെയ്യണമെന്നാണ് ആ കുട്ടി പറയണത്. കുട്ടി അത് പ്രത്യേകം നോക്കണം. അതായത് നമ്മൾ 2 വർഷ പ്രോഗ്രാം നടത്തുന്ന ഈ സ്ഥാപനം നമ്മുടെ കേരള നഴ്സിംഗ് കൌൺസിൽ അഫിലിയേഷൻ ഉള്ളതാണോ? അത് അംഗീകാരമുള്ള സ്ഥാപനം തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ രജിസ്ട്രേഷൻ സാധാരണ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുമല്ലോ. അത് പരീക്ഷ പാസ്സായതല്ലേ കുട്ടി? അതെ, പരീക്ഷയൊക്കെ പാസ്സായി, ട്രെയിനിങ് കഴിഞ്ഞ്. ഓക്കെ. അപ്പം കുട്ടിയോട് ചോദിക്കുക, നമ്മുടെ നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. രജിസ്ട്രേഷൻ ഇല്ലാത്ത നഴ്സിംഗ് കൌൺസിൽ ഓഫീസ് നമ്മുടെ തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിന് അടുത്തായിട്ട്, കണ്ണാശുപത്രിക്കും ജനറൽ ഹോസ്പിറ്റലിനും ഇടയ്ക്കായിട്ടാണ്. അവിടെ വന്ന് വേണേ അന്വേഷിക്കാം, വിശദവിവരം അന്വേഷിക്കാം. അപ്പൊ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ടുപോകണം. അല്ല, രജിസ്ട്രേഷൻ ചെയ്യാനായി അവിടെ വരണ്ട, ഇതിന് കാര്യങ്ങൾ അന്വേഷിക്കാൻ അവിടെ വരാം. രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഈ പഠിച്ച സ്ഥാപനം വഴിയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, കുട്ടിയുടെ പ്രൈമറി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അവര് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അതൊന്ന് അന്വേഷിക്കാൻ പറയാ കുട്ടിയോട്. ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചതെന്ന് അറിയാമോ? നെയ്യാറ്റിൻകരയുള്ള സ്ഥാപനത്തിൽ. എന്തായാലും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ശ്രോതാവിനുണ്ടായതുകൊണ്ട് സംശയം, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് പോയി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അവിടെയാണ് ഈ പ്രൈമറി രജിസ്ട്രേഷൻ ഒപ്പം മറ്റൊരു വാക്ക് കൂടെ ഉള്ളത് റെസിപ്രോക്കൽ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് സൂചിപ്പിക്കും. അല്ല, പ്രൈമറി രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിനകത്ത് പഠിച്ച ഒരു കുട്ടിക്ക് കേരളത്തിൽ രജിസ്ട്രേഷൻ കൊടുക്കുന്നതിനാണ് പ്രൈമറി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. കാരണം നമ്മളൊരു നഴ്സ് ആവണമെങ്കിൽ, നമുക്കൊരു നഴ്സായി നമുക്ക് ഒരിടത്ത് ജോലി ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് രാജ്യത്തുമുള്ള ഒരു ബേസിക് മാൻഡേറ്ററി ഒരു തിങ് ആണ് നമുക്കുള്ള അതാത് സ്ഥലത്തെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ ആ പ്രൈമറി രജിസ്ട്രേഷൻ സാധാരണ ചെയ്യുന്നത് പഠിച്ച സ്ഥാപനങ്ങൾ വഴിയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു മെയിൻ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആ സ്ഥാപനം അഫിലിയേഷനുള്ള സ്ഥാപനമായിരിക്കുമല്ലോ. അപ്പൊ അവിടെ പഠിച്ച കുട്ടികൾക്ക് ഈ കുട്ടി ഇന്ന കോഴ്സ് കഴിഞ്ഞു, ഇന്ന പീരീഡിൽ ഇന്ന കോഴ്സ് കഴിഞ്ഞു, ഇത്ര ഇയർ തൊട്ട് ഇത്ര ഇയർ വരെ
ഇന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ആ ഒരു പ്രിൻസിപ്പലിന്റെ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് പ്രിൻസിപ്പൽ സർട്ടിഫൈ ചെയ്തിട്ടാണ് നമുക്ക് കൌൺസിലിലേക്ക് അയക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ മുറയ്ക്ക് മാത്രമേ നമുക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കൂ. അപ്പൊ അതിന്റെ കൂടെ സമർപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കോളേജിൽ പറയുന്ന അനുസരിച്ച്, അതുപോലെ തന്നെ ഓൺലൈൻ പ്രോസസ്സ് ചെയ്യാനുണ്ട്. ഇതെല്ലാം ചെയ്ത് അതിന്റെ പ്രിന്റ് ഔട്ട് പ്രിൻസിപ്പലിന് സമർപ്പിക്കുമ്പോൾ പ്രിൻസിപ്പൽ അതെല്ലാം സർട്ടിഫൈ ചെയ്ത് കൌൺസിലിലേക്ക് ഹാർഡ് കോപ്പി തരികയും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ ആ ഓൺലൈൻ സംവിധാനം പ്രയോജനപ്പെടുത്തി കുട്ടികളുടെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൌൺസിലിലേക്ക് ഫോർവേഡ് ചെയ്യുകയും വേണം. നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്തേ സാർ. പേര് പറഞ്ഞോളൂ. രാധാമണിയാണ്. ചോദിച്ചോളൂ. മാവേലിക്കരി ചെന്നിത്തല എന്നാ വിളിക്കുന്നത്. പറഞ്ഞോളൂ അമ്മ. മാഡം, എന്റെ മകള് ഒരു 10 വർഷമായി നഴ്സിംഗ് പഠിക്കാൻ ഇറങ്ങിയിട്ട്. അപ്പം പിന്നെ ഒരു 7 വർഷത്തിന് മുൻപ് ഇവിടെ ബാംഗ്ലൂരിലാണ് പഠിച്ചിരുന്നത്. 7 വർഷത്തിന് മുമ്പ് പിന്നെ ഇവിടെ അപ്പം പക്ഷെ അത് കൈപ്പറ്റിയിട്ടില്ല, മോള് കൈപ്പറ്റിയില്ലായിരുന്നു. അപ്പോഴ് ഈ വേറെ GNM ആണ് പഠിച്ചത്. വേറെ ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഈ BSc നഴ്സിംഗ് ആണോ? അത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ചെയ്യാനാണോ ഉദ്ദേശിച്ചത്? അതെ അതെ, അത് ചെയ്യാനായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്ന കാരണം അത് കൈപ്പറ്റാൻ പോയില്ലായിരുന്നു. പോസ്റ്റ് ബേസിക് എവിടെ പഠിക്കാനാണ് ശ്രമിച്ചത്? അതേ സ്ഥാപനത്തിൽ തന്നെ പഠിക്കാനാണോ ശ്രമിച്ചത്? ബാംഗ്ലൂരായിരുന്നു മോള് പഠിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ കേരള രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു. കേരളത്തില് പല ഹോസ്പിറ്റലുകളിലും ഇങ്ങനെ ഇന്റർവ്യൂവിനും ടെസ്റ്റിനും ഒക്കെ പോയി. എന്നിട്ട് അനുകൂലമായിട്ടൊരു ജോലി കിട്ടാഞ്ഞത് കാരണം മോള് വീണ്ടും ബാംഗ്ലൂരിൽ തന്നെ പോയി പോസ്റ്റ് ബേസിക് പഠിക്കാനായിട്ട്. പഠിക്കാനും അവിടെ ചെറിയ ജോലിയും കിട്ടിയിരുന്നു. അപ്പം അല്ല, പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. അത് ഫുൾ ടൈം ആയിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സ് ആണല്ലോ അമ്മ. അത് എങ്ങനെ അത് അല്ല, പക്ഷെ പഠിക്കാൻ അല്ല അപ്ലൈ ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ടെസ്റ്റ് എഴുതാൻ പറ്റിയില്ല മോള്. അപ്പോഴത്തേക്ക് വിവാഹം കഴിഞ്ഞു, പ്രഗ്നന്റ് ഒക്കെ ആയി, പിന്നെ കുട്ടിയൊക്കെ ആയത് കാരണം അത് എഴുതിയില്ല. പക്ഷെ അതിന്റെയും പൈസ അടയ്ക്കേണ്ടി വന്നു. നമ്മൾ അതിന്റെ ടെസ്റ്റ് എഴുതാൻ പറ്റിയില്ല. ഓക്കെ. നമ്മളൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് അവിടെ ടെസ്റ്റ് എഴുതിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ? അഡ്മിഷൻ ടെസ്റ്റ് എഴുതിയില്ലെന്നാണോ അതോ പരീക്ഷ പഠിച്ചു തുടങ്ങിയിട്ട് പരീക്ഷ എഴുതിയില്ലെന്നാണോ? അവിടെ കണ്ടിന്യൂ ആയിട്ട് പഠിച്ചില്ല, അപേക്ഷിച്ചു, പക്ഷെ പഠിക്കാൻ പോയില്ല. ഓക്കെ. അതിന് അപ്പൊ പക്ഷെ അതിന്റെ പൈസ അടച്ചെങ്കിൽ മാത്രമേ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇത്രയും കാലം ലേറ്റായി പോയി പൈസ അടയ്ക്കാനില്ലാഞ്ഞത് കാരണം. ഇപ്പോഴാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. സർട്ടിഫിക്കറ്റ് ഇപ്പോഴാ പൈസ മൊത്തം അടച്ച് ഇപ്പോഴാ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയത്. പക്ഷെ മോള് ഇപ്പം ജോലി ഇല്ലാതെ 2 വർഷമായി ഹൈദരാബാദിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് അവിടെ ഈ രജിസ്ട്രേഷൻ അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇത് കേരള രജിസ്ട്രേഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പം ഈ അക്ഷയാല് പറയുന്നു അതിന് നേരിട്ട് വിളിച്ച് ചോദിക്കണം. അപ്പൊ നമ്മള് അവിടുന്ന് തന്ന നമ്പറിൽ വിളിച്ചപ്പോ അത് ഒഫീഷ്യൽ അല്ല, നമ്പർ അതല്ല എന്ന് പറയുന്നു. അപ്പൊ ഇനി അതിന് എന്താ ചെയ്യാൻ പറ്റുക? വേറെ എന്താ ഹൈദരാബാദിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക ഇപ്പൊ? അല്ല, ഹൈദരാബാദിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആന്ധ്രാപ്രദേശ് നഴ്സിംഗ് കൌൺസിൽ ആയിരിക്കും. അത് ആന്ധ്ര ആണോ തെലങ്കാനയാണോ എന്ന് അന്വേഷിക്കണം. ആന്ധ്രാപ്രദേശ് നഴ്സിംഗ് കൌൺസിൽ ആണെങ്കിൽ അവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അവിടുത്തെ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ രജിസ്ട്രാർ നമ്മുടെ കേരള നഴ്സിംഗ് കൌൺസിലോട്ട് എഴുതി ചോദിക്കും, നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എഴുതി ചോദിക്കും. അപ്പൊ ആ ഒരു NOC പ്രോസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് NOC കൊടുക്കും. NOC കൊടുത്തതിന് ശേഷം അവിടെ പോയി അവിടുത്തെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഹൈദരാബാദിൽ ചെയ്താൽ മതിയാകും അല്ലേ? അവിടെ ജോലി ചെയ്യണമെങ്കിൽ ഹൈദരാബാദിൽ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ആന്ധ്രാപ്രദേശ് നഴ്സിംഗ് കൌൺസിലിന്റെ രജിസ്ട്രേഷൻ ആണ് വേണ്ടത്. ആ സ്ഥാപനം ഇപ്പൊ ആന്ധ്രാപ്രദേശ് രണ്ടായിട്ട് വിഭജിച്ചല്ലോ. ആന്ധ്രാപ്രദേശ് കൌൺസിലും ഉണ്ട്, തെലങ്കാന കൌൺസിലും ഉണ്ട്.
അപ്പൊ ആ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം ഏത് കൌൺസിലിന്റെ അധീനതയിലാണ് എന്ന് നോക്കിയിട്ട് ആ കൌൺസിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആ കൌൺസിലിന്റെ വെബ്സൈറ്റിൽ നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട് കിടപ്പുണ്ടാവും. അപ്പൊ അതിന് പ്രകാരം അവിടെ രജിസ്റ്റർ ചെയ്യണം. അവിടെ രജിസ്റ്റർ ചെയ്തതിനു ശേഷമേ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു കൌൺസിലിൽ രജിസ്റ്റർ ചെയ്യാതെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ അപ്പൊ ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പിന്നീട് നമ്മൾ എവിടെയെങ്കിലും വിദേശ ജോലിക്കോ വല്ലതും കൊടുക്കുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് രജിസ്ട്രേഷൻ എടുത്തിട്ട് വേണം എപ്പോഴും ഒരു സംസ്ഥാനത്ത് ജോലി ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടുത്തെ കൈപ്പറ്റാഞ്ഞത് കൊണ്ട് അവിടുത്തെ ഒന്ന് വ്യക്തമായിട്ട് ഒന്നും കിട്ടുന്നില്ല എന്നാണ് മോള് പറയുന്നത്. ഇനി അവിടെ ഈ ഓഫീസ് തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് അവരും പറഞ്ഞത്? ഓഫീസ് തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിനും കണ്ണാശുപത്രിക്കും ഇടയ്ക്കാണ്. അപ്പൊ നമുക്ക് 2 എൻക്വയറി നമ്പർ ഉണ്ട്, 0471-277-4100, അതുപോലെ തന്നെ 0492-047-4100, അതുപോലെ തന്നെ 9495510555, 9495510555. അപ്പൊ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. തിരുവനന്തപുരത്ത് എവിടെയാണ് വീട്? തിരുവനന്തപുരത്തല്ല, ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ചെന്നിത്തല എന്ന് പറയും. ഓക്കെ. അപ്പൊ ഈ നമ്പറുകളിൽ വിളിച്ച് അന്വേഷിച്ചോളൂ. അപ്പൊ എനിക്ക് കേട്ടിടത്തോളം ബോധ്യമായത് ഇതിപ്പോ ആന്ധ്രാപ്രദേശിൽ ജോലി ചെയ്യാൻ പോകണമെങ്കിൽ ആന്ധ്രാപ്രദേശ് നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് അവിടുത്തെ കൌൺസിലുമായി ബന്ധപ്പെട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ഇവിടുന്ന് അനുബന്ധ രേഖകൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതുമായിരിക്കും. വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. ഇത്തരത്തിലൊരു സംസ്ഥാനത്തിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് അവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള കൌൺസിൽ, ഇപ്പൊ നമ്മളൊരു സംസ്ഥാനത്തുള്ള ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന എന്തെങ്കിലും നടപടികൾ KNMCയുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ടോ? അതായത് നമുക്ക് ഇപ്പം പൂർണ്ണമായിട്ടും നമുക്ക് അതിനുള്ള ഒരു നടപടി ഇല്ല എന്ന് തന്നെ വേണേ പറയാം. കാരണം ഇപ്പൊ ആ ഒരു സ്ഥാപനത്തില് ഒരു സ്കൂൾ ഓഫ് നഴ്സിംഗോ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് കോളേജോ ഉണ്ടെങ്കിൽ അവിടെ ഇൻസ്പെക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ നഴ്സുമാരുടെ എണ്ണവും രജിസ്ട്രേഷൻ നമ്പറും എല്ലാം ഇൻസ്പെക്ടേഴ്സ് മേടിക്കും. അത് പരിശോധിക്കും, വിശദമായി തന്നെ പരിശോധിക്കും. പക്ഷേ ഇപ്പോൾ ഒരു സ്ഥാപനം അങ്ങനെ നടത്താത്തൊരു സ്ഥാപനമാണെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ ഒത്തിരി ആശുപത്രികളുണ്ട്. വളരെ ചെറിയ ആശുപത്രികൾ മുതൽ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ വരെ ഉണ്ട്. അപ്പം അവിടെ ഒരു നഴ്സിംഗ് പഠന ഒരു സംവിധാനം ഇല്ലെങ്കിൽ അപ്പൊ അവിടെയുള്ള നഴ്സുമാരെല്ലാം രജിസ്റ്റേർഡ് ആണോ എന്നത് ഉറപ്പുവരുത്താൻ നഴ്സിംഗ് കൌൺസിലിന്റെ ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ അധികാരികളാണ് ഒരു നമ്മുടെ രോഗികളുടെ സുരക്ഷയ്ക്കായിട്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ സുരക്ഷയ്ക്കായിട്ടും അവിടെ അപ്പോയിന്റ് ചെയ്യുന്ന നഴ്സുമാർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത്. അപ്പം ഭാവിയിൽ അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് നഴ്സിംഗ് കൌൺസിൽ ചിന്തിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. മാഡം മുമ്പ് പറഞ്ഞു ഇത്തരത്തിൽ നമ്മൾ ഒരു പ്രത്യേക സംസ്ഥാനത്ത് അംഗീകാരം ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും വിധത്തിൽ കൌൺസില് കൗണ്ടർ ടെസ്റ്റ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? അതായത് ഇപ്പോൾ ഒരു നമ്മുടെ കേരളത്തില് നമ്മുടെ നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ ഈ ഒരു കുട്ടി ഇപ്പൊ ഫോർ എക്സാമ്പിൾ കർണാടകത്തിൽ പഠിച്ച ഒരു കുട്ടി കേരളത്തിൽ വന്നൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അപ്പൊ അവിടെ അവർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല എന്നിരിക്കട്ടെ. അപ്പൊ ഈ കുട്ടിക്ക് അവിടെ ഒരു വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം ഈ കുട്ടി ഒരു വിദേശ ജോലി ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ വിദേശ ജോലിക്ക് ശ്രമിക്കുമ്പോൾ അവരാദ്യമായി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ അതോ വ്യാജമാണോ, അതുപോലെ തന്നെ അതിന്റെ ഒരു ജെനുവിനിറ്റി, അതുപോലെ തന്നെ ആ രജിസ്ട്രേഷൻ ലൈവ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് ഈ വിദേശ നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രാർമാര് അല്ല അതോറിറ്റി നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്ക് തന്നേക്കുന്ന ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കാലയളവിൽ ഇവർ നമ്മുടെ നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് അവിടെ പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു വരുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവര് അംഗീകരിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ അതാത് കൌൺസിലിലെ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം, അതായത് നമുക്ക് ആ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ആണത് നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ ലൈസൻസ് ഇല്ലെങ്കിൽ നമ്മളിപ്പോ പേഷ്യന്റുമായിട്ട് നേരിട്ട് സംബന്ധിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഡോക്ടർമാരെ പോലെ തന്നെ നഴ്സുമാരും. അപ്പൊ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഈ ഒരു ലൈസൻസ് ഇല്ലെങ്കിൽ ഇപ്പൊ രോഗി പരിചരണത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ ഇപ്പൊ നമുക്കറിയാം പല പല കാര്യങ്ങളും നമ്മൾ
കോടതിയുടെ പരിഗണനയിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളുണ്ട്. രോഗികൾ പലപ്പോഴും കോടതിയിലേക്ക് തന്നെ പല പ്രശ്നങ്ങളും കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഈ ഒരു നഴ്സിന് രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറയുന്നത് കോടതി അത് വളരെ ഗൌരവതരമായി തന്നെ കാണും. അപ്പൊ ഈ കോടതി ഈ ഒരു നഴ്സിനെ ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു നഴ്സിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനുള്ള അധികാരം വരെ നമ്മുടെ നഴ്സിംഗ് കൌൺസിലിനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ സ്ഥാപനത്തെയും തീർച്ചയായിട്ടും ബാധിക്കും. ചേരുന്നു. നമസ്കാരം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ സാർ. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ സുനിമോളാണ്, അമ്പലപ്പുഴ നിന്നാണ്. ചോദിച്ചോളൂ സാറേ. എന്റെ മോള് പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലാണ്, ഈ വർഷം സെക്കൻഡ് ഇയർ ആണ്. അവിടെ കോളേജിന് ഇതുവരെ INC ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് ഒരു ശ്രോതാവ് ചോദിച്ച ചോദ്യം തന്നെയാണ്. അതായത് നമ്മളുടെ സ്ഥാപനം തുടങ്ങി വരുന്ന ആ ഒരു ആരംഭഘട്ടത്തിലുള്ള കുറച്ച് പ്രയാസങ്ങൾ പത്തനംതിട്ട നഴ്സിംഗ് കോളേജിനുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഗൌരവതരമായി തന്നെ സർക്കാർ കാണുന്നുമുണ്ട്. അത് പരിഹരിക്കാനായി നമ്മുടെ പത്തനംതിട്ട നഴ്സിംഗ് കോളേജിന് പുതിയൊരു ബിൽഡിംഗ് തന്നെ മേടിക്കാനുള്ള ഒരു തുക നഴ്സിംഗ് കൌൺസിലിൽ നിന്ന് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ബിൽഡിംഗ് ഒറിജിനൽ ബിൽഡിംഗ് ആയി വരുന്ന മുറയ്ക്ക് നമുക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ അടുത്ത ഇൻസ്പെക്ഷൻ വരുന്നതോടുകൂടി ഈ INC റെക്കഗ്നീഷൻ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അല്ലാതെ ഒരു ഗവൺമെന്റ് എന്തോ പറഞ്ഞോളൂ. അല്ല, ഒത്തിരി നാളുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാം ആകുമെന്ന്. പക്ഷെ ഇതുവരെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയില്ല, കോളേജ് ഹോസ്റ്റലില്ല, അവന് പെയിങ് ഗസ്റ്റ് ആണ് താമസിക്കുന്നത്. നമുക്ക് മാസം തന്നെ നല്ലൊരു എമൗണ്ട് ആകുന്നുണ്ട്. അതല്ല, കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെയല്ല ഈ വർഷം കുറേയേറെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. വണ്ടി വാങ്ങിക്കാനുള്ള കാര്യങ്ങളും മുന്നിൽ തന്നെ നിൽക്കുകയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. എനിവേ, ഒരു കെട്ടിടം വാങ്ങിക്കാനുള്ള ഒരു ധനസഹായം നമ്മുടെ കൌൺസിലിൽ നിന്ന് തന്നെ ഈ കോളേജിന് നൽകിയിട്ടുണ്ട്. അതിന്റെ ചെക്ക് DMEക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഉടനെ തന്നെ എന്തായാലും ഒരു 6 മാസത്തിനകം തന്നെ INC അംഗീകാരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. ഇത്തരത്തില് നമ്മൾ മാഡം മുമ്പ് ഈ അഫിലിയേഷൻ അല്ലെങ്കിൽ ലൈസൻസ് ടു പ്രാക്ടീസ് റദ്ദ് ചെയ്യപ്പെടാനുള്ള സാഹചര്യം, ഒരു നഴ്സിന്റെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നമ്പർ അല്ലെങ്കിൽ റെഗുലേറ്ററി നമ്പർ ആണല്ലോ, അപ്പൊ അത് റദ്ദ് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ നഴ്സിംഗ് കൌൺസിൽ ആക്ടിൽ അതിനകത്ത് വ്യക്തമായ നിഷ്കർഷയുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോ പറഞ്ഞതുപോലെ ഈ പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോടതിയുടെ പരിഗണനയിൽ വരുന്ന വിഷയം, അതിട്ട് ആ നഴ്സിനെ കോടതി ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ രജിസ്ട്രേഷൻ നമ്പർ റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമുക്ക് ഏകദേശം 4,18,000 രജിസ്ട്രൻസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, കേരളത്തിൽ മാത്രം. അപ്പൊ ഇത് മലയാളികളിൽ നിന്ന് മുഴുവനായി പറയാൻ പറ്റത്തില്ല. നമുക്ക് ടോട്ടൽ രജിസ്ട്രേഷൻ ആണ്, പ്രൈമറി റെസിപ്രോക്കൽ എല്ലാം വരും. പക്ഷെ ഇതുവരെ ഒരു നഴ്സിന്റെ പോലും രജിസ്ട്രേഷൻ റദ്ദാക്കേണ്ട സാഹചര്യം നഴ്സിംഗ് കൌൺസിലിന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നഴ്സിംഗ് മേഖലയിൽ പലപ്പോഴും പല രാജ്യങ്ങളിലും വിദേശ കൌൺസിലുകളിൽ രജിസ്ട്രേഷൻ തുടരുന്നതിന് തുടർ പഠനം അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അതിന്റെ ക്രെഡിറ്റുകൾ ആഡ് ചെയ്യുക, അത്തരത്തിലുള്ള ഏതെങ്കിലും സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടോ? നമുക്ക് നമ്മുടെ നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ പണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പുതുക്കേണ്ട ഒരു സാഹചര്യം പണ്ടില്ലായിരുന്നു. അപ്പോ നമ്മൾ ഈ ഘട്ടം ഘട്ടമായിട്ട് നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ പുതുക്കിയെടുക്കേണ്ട ഒരു മാർഗനിർദ്ദേശം കൌൺസിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ 1/1/90 മുതൽ 31/12/2012 അപ്പൊ ആ ഒരു കാലയളവിലുള്ള അവർക്ക് ഒരുമിച്ച്, അതായത് 90-ന് മുമ്പുള്ളതാണെങ്കിൽ അവർ റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. 90-ന് ശേഷം പഠിച്ചിറങ്ങിയവർ 2012 വരെ ആണെങ്കിൽ അവരെന്തായാലും രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തിരിക്കണം. 2013 മുതൽ നമ്മൾ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിന് ആ ഒരു 5 വർഷ കാലാവധി അതിനകത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ കാലാവധി എന്ന് കഴിയുന്നെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലാവധി കഴിയുന്ന മുറയ്ക്ക് നമ്മളത് പുതുക്കേണ്ടതാണ്. അപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ ഇടയ്ക്ക് ഈ 5 വർഷ കാലാവധി ഇത് പുതുക്കേണ്ടതിനായിട്ട് ഒരു 150 മണിക്കൂർ ക്രെഡിറ്റ് അവേഴ്സ് CNE കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചെയ്യണമെന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ആ കോവിഡ് സമയമൊക്കെ ആയപ്പോഴേക്കും CNE പ്രോഗ്രാംസ് നടക്കാതെ ആയതോടുകൂടി അത് നിർബന്ധമാക്കിയിട്ടില്ല. അപ്പോ ഇപ്പൊ നമ്മൾ ആ CNE ക്രെഡിറ്റ് അവേഴ്സ് ഇല്ലാതെ തന്നെയാണ് നമ്മൾ ആ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്ത് കൊടുക്കുന്നത്, പുതുക്കി കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോ സ്ഥാപനങ്ങൾ CNE നടത്തുമ്പോൾ CNEയുടെ ക്രെഡിറ്റ് അവേഴ്സ് കൌൺസിൽ കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു നഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി നമ്മൾ മുന്നോട്ട് നഴ്സ് എന്നുള്ള രീതിയിൽ
രോഗി പരിചരണത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപികയായിട്ടും നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പല പുതിയ കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്, പല പുതിയ സ്കില്ലുകളും സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു നഴ്സ് ഈ ഒരു CNE അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ 150 മണിക്കൂർ പറഞ്ഞു, അപ്പൊ അത് വർഷം ഒരു 30 മണിക്കൂറാണ്. അത് പ്രാക്ടിക്കൽ പ്ലസ് തിയറി അങ്ങനെയാണ്. തിയറി നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് അതിന്റെയൊക്കെ CNE നടത്തുമ്പോൾ നമുക്ക് തിയറിയും പ്രാക്ടിക്കലുമായിട്ട് കമ്പൈൻ ചെയ്താണല്ലോ വരുന്നത്. അപ്പൊ തിയറി മാത്രമായിട്ടോ പ്രാക്ടിക്കൽ മാത്രമായിട്ടോ നമുക്ക് നമ്മൾ ജോലി ചെയ്യുന്ന ഇപ്പൊ ഒരു ICU നിൽക്കുന്ന ഒരു നഴ്സ് ആവുമ്പോൾ ഈ BLS ACLS അങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ സ്വയം അതിനകത്ത് ഒരു എന്താണ് പറയേണ്ടത്, നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയും അതുപോലെ തന്നെ നമുക്ക് ഈ CNE അറ്റൻഡ് ചെയ്ത് നമ്മുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് സ്വയം ഉണ്ടാവുകയും പിന്നീട് നമ്മൾ ഈ ക്രെഡിറ്റ് അവേഴ്സ് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റുകൾ ചിലപ്പോൾ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഈ ആൾ എത്ര CNE അവേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് നമ്മുടെ ഈ CNE സർട്ടിഫിക്കറ്റുകൾ, ക്രെഡിറ്റ് അവേഴ്സ് രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ. ഇത് കൌൺസിൽ കൊടുക്കുന്നതാണോ ഈ ഓരോ പദ്ധതികളുടെ ഓരോ പ്രോഗ്രാമിനോടൊപ്പവും ഇത് കഴിയുമ്പോഴത്തേക്ക് കൌൺസിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കണോ അതോ പ്രോഗ്രാം കഴിയുമ്പോഴല്ല? ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരു സ്ഥാപനം ഒരു CNE നടത്തുന്നു, അപ്പൊ അതിന് മിനിമം ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ കൌൺസിലിലേക്ക് ഇതിന്റെ ഒരു കംപ്ലീറ്റ് സ്കെഡ്യൂളും വെച്ചിട്ട് അവര് അപേക്ഷ സമർപ്പിക്കും. അപ്പൊ നമ്മൾ ആ സ്കെഡ്യൂൾ നോക്കിയിട്ട് തിയറിയും പ്രാക്ടിക്കലും എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിന് ക്രെഡിറ്റ് അവേഴ്സ് അലോട്ട് ചെയ്തിട്ട് ഈ സ്ഥാപനത്തിന് കൊടുക്കും. അപ്പൊ നമ്മൾ അതിനൊരു ഓർഡർ നമ്പറും കാണും CNEക്ക്. അപ്പൊ ആ ഓർഡർ നമ്പർ വെച്ചിട്ട് ഇത്ര അവേഴ്സ് എന്ന് വെച്ചിട്ടാണ് ഈ സ്ഥാപനം ഈ നമ്മുടെ കഴിഞ്ഞു പോകുമ്പോൾ ഈ CNE കഴിഞ്ഞു പോകുന്ന സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുമല്ലോ. അപ്പൊ ഈ സർട്ടിഫിക്കറ്റിൽ ഇത്ര അവേഴ്സ് ആണെന്നത് മെൻഷൻ ചെയ്തിരിക്കും. അപ്പൊ ആ അവേഴ്സ് ഇവർക്കത് പിന്നീട് ഇവരുടെ ബയോഡേറ്റ എഴുതുമ്പോഴും ഒക്കെ അത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്, ക്രെഡിറ്റ് അവേഴ്സ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് കൌൺസിലിന് ഔദ്യോഗികമായിട്ട് ഒരു പരാതി പരിഹാര സംവിധാനം ഉണ്ടോ? ഇപ്പൊ പലതരത്തിലുള്ള പരാതികൾ നഴ്സിംഗ് കൌൺസിലിലേക്ക് വരാറുണ്ടല്ലോ, രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെയൊക്കെ. കൌൺസിൽ എങ്ങനെയാണ് ഇതിനെ അഡ്രസ് ചെയ്യുന്നത്? നമുക്കങ്ങനെ ഒരു പരാതി പരിഹാര സെല്ല് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. എന്നിരുന്നാലും നമുക്ക് കൌൺസിലില് എല്ലാവരും പരാതികൾ പല വിധത്തിലുള്ള ഇപ്പം പറഞ്ഞതുപോലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പരാതികൾ ഫോണിലൂടെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കത്തുകളിലൂടെ ഇമെയിലിലൂടെയൊക്കെ പരാതികൾ വരാറുണ്ട്. അപ്പൊ ആ പരാതികൾ ചിലത് വെറുതെ നമ്മൾ രേഖകൾ പരിശോധിച്ച് ചിലർ ചോദിക്കുന്നു, ഞാൻ വെരിഫിക്കേഷൻ കൊടുത്തിട്ട് 1 മാസമായി, അതെത്രയായി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതാത് സെക്ഷനുകളിൽ ചോദിച്ച് അതിന് മറുപടിയായിട്ട് ഇമെയിലിന് മറുപടിയായിട്ടോ അല്ലെങ്കിൽ ഫോണിന് മറുപടിയായിട്ടോ കൊടുക്കാറുണ്ട്. പിന്നീട് ചിലപ്പോൾ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ കുട്ടികളുടെ പരാതി, ഇപ്പോൾ ഒരമ്മ പറഞ്ഞതുപോലെ ഹോസ്റ്റൽ സൌകര്യമില്ല അല്ലെങ്കിൽ അതുപോലെ മറ്റ് സൌകര്യങ്ങളില്ല എന്നൊക്കെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പരാതികളും കുട്ടികളുടേതായി ലഭിക്കാറുണ്ട്, അധ്യാപകരുടേതായി ലഭിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ കൌൺസിൽ ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ പരാതിയെക്കുറിച്ച് ഒന്നുകൂടി വിശദമായിട്ട് നോക്കാനായിട്ട് ഇൻസ്പെക്ടേഴ്സിനോട് പറയാറുണ്ട്. അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ സർപ്രൈസ് എൻക്വയറി ആയിട്ടും കൌൺസിലിൽ നിന്ന് ഇൻസ്പെക്ഷൻ പോയിട്ട് എന്താണ് ഈ പരാതികൾ എന്ന് പരിശോധിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ നഴ്സിംഗ് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് കേരളത്തിലെ നഴ്സിംഗ് കമ്മ്യൂണിറ്റിയുടെ ഒരു വലിപ്പം നമ്മൾ പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായ എന്തെങ്കിലും കണക്കുകൾ കൌൺസിലിന്റെ പക്കൽ ലഭ്യമാണോ? ഉണ്ട്, കണക്കുകൾ നമുക്ക് ലഭ്യമാണ്. അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്കൂളുകളും കോളേജുകളും ഇപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2023 കണക്കാണ് ഞാനിപ്പോ പറയുന്നത്. 24 ഇതിലും കൂടിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് സ്ഥാപനങ്ങൾ നമ്മളിപ്പോ NOC കൊടുത്ത് കൌൺസിൽ ഇൻസ്പെക്ഷൻസ് നടക്കുന്നതേ ഉള്ളൂ, പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ 2023 ഒരു കണക്കാണ് പറയുന്നത്. നമുക്കിപ്പോ ആകെ 160 നഴ്സിംഗ് കോളേജ് ഉണ്ട്. അതായത് 14 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജും 146 സെൽഫ് ഫിനാൻസിംഗ് നഴ്സിംഗ് കോളേജും, അങ്ങനെ 160 നഴ്സിംഗ് കോളേജുകൾ. സ്കൂൾസ് ഓഫ് നഴ്സിംഗ് ഗവൺമെന്റ് സൈഡിൽ 18, പ്രൈവറ്റ് മേഖലയിൽ 110, അങ്ങനെ 128 ടോട്ടൽ സ്കൂൾ ഓഫ് നഴ്സിംഗ്, 11 A&M സ്കൂളുകൾ, 4 ഗവൺമെന്റ് സ്കൂളുകളും 7 പ്രൈവറ്റ് സ്കൂളുകളും. പിന്നെ ഫീമെയിൽ ഹെൽത്ത് സൂപ്പർവൈസറി സെന്റേഴ്സ്, അതായത് ഈ A&M കഴിഞ്ഞവർക്ക് ഒരു 6 മാസ കോഴ്സ് ഉണ്ട് അവർക്ക് ഫീമെയിൽ ഹെൽത്ത് സൂപ്പർവൈസർ ആവാൻ, അങ്ങനെ 2 സെന്റേഴ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടൽ BSc നഴ്സിംഗ് ഒരു 9598 കുട്ടികൾ, അതായത് 1990 ഗവൺമെന്റ് സൈഡിൽ നിന്നും പ്രൈവറ്റ് മേഖലയിൽ 8508, അങ്ങനെ ആകെ 9598 BSc നഴ്സിംഗ് സ്റ്റുഡൻസ്, 4106 GNM സ്റ്റുഡൻസ്, 350 A&M സ്റ്റുഡൻസ്, ഫീമെയിൽ ഹെൽത്ത് സൂപ്പർവൈസേഴ്സ് 100. ഇത്രയും കുട്ടികളാണ് ഒരു വർഷം നമ്മുടെ നഴ്സിംഗ് കൌൺസിലിന്റെ അടിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത്. അപ്പൊ ഇത്രയും വലിപ്പമുള്ള
ഇത്രയധികം ആളുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ പലപ്പോഴും പല കുട്ടികളും ഇവിടെ ഉപരിപഠനത്തിന് വരുന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള തൊഴിൽ മേഖലയിലേക്ക് തിരിയുന്നു. പക്ഷെ കൂടുതലായി നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്ന, ഇപ്പോൾ നഴ്സിംഗ് പഠനത്തിനായി തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ചിലയിടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് പോകുന്ന നഴ്സുമാർ നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട്. ഇപ്പം വിദേശത്ത് പഠിക്കാൻ പോകുന്നതാണോ ഉദ്ദേശിച്ചത്? ജോലിക്കായിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ ലൈവ് ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 വർഷം കൂടുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ പുതുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ആ 5 വർഷം കൂടുമ്പോഴുള്ള രജിസ്ട്രേഷൻ അത് പുതുക്കിയിരിക്കണം. അതായത് നമ്മൾ അവിടുന്ന് നമുക്ക് ആ വിദേശ കൌൺസിലിലോട്ട് പോകുമ്പോൾ അവർ ചിലപ്പോൾ നമുക്കൊരു വെരിഫിക്കേഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ലൈവ് ആയിരുന്നാൽ മാത്രമേ നമുക്കത് നൽകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് റിന്യൂ ചെയ്യേണ്ട താമസം വരും. അപ്പൊ നമുക്കത് കൊടുക്കാൻ താമസം വരും. നമുക്കിപ്പോ മെയിനായിട്ടും എനിക്കിപ്പം പല കുട്ടികളും ചിലർ 10 വർഷം കഴിയുമ്പോഴേക്കും റിന്യൂവലിന് വരുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് നഴ്സുമാരോട് പറയാനുള്ളത്, നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പൊ ഒരു വാഹനമാണെങ്കിൽ അതിന്റെ പുക തീർന്നോ, അല്ലെങ്കിൽ അതിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർക്കുകയും അതുപോലെ തന്നെ മൊബൈലിലൊക്കെ നമ്മൾ ആ ഒരു അലാം സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. പക്ഷെ രജിസ്ട്രേഷന്റെ കാര്യം വരുമ്പോഴേക്കും അത്ര ഒരു ഉത്തരവാദിത്വ ബോധം പലരിലും കാണുന്നില്ല. കാരണം സർട്ടിഫിക്കറ്റുകൾ കളഞ്ഞു പോവുക, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പുതുക്കാതിരിക്കുക. അപ്പൊ ഇപ്പൊ മുമ്പേ ഒരു അമ്മ പറഞ്ഞതുപോലെ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നില്ല, പിന്നീട് ജോലിക്ക് വേണ്ടി നോക്കുമ്പോഴാണ് ഈ രജിസ്ട്രേഷൻ പുതുക്കിയിട്ടില്ല എന്ന് അറിയുന്നത്. ചിലപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയതായിട്ട് അറിയുന്നത്. അപ്പൊ അത് ഈ സർട്ടിഫിക്കറ്റ് ആ ഒരു കാലാവധി പുതുക്കി കൃത്യമായിട്ട് വെക്കേണ്ടത്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുമ്പം ഏറ്റവും പ്രാധാന്യമേറിയതാണ്. അതുപോലെ തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കാലാകാലങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ പ്രകടമാണ്. ഇപ്പോൾ ചില സമയങ്ങളിൽ അപ്പോൾ പുറത്തേക്കൊക്കെ വലിയ റിക്രൂട്ട്മെന്റ് ഉണ്ടാകുന്നത് സ്വാഭാവികമായും കോളേജുകളിലേക്കുള്ള അഡ്മിഷന്റെ വർധന ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് അത് അതിന്റെ ഒരു കുറവ് പ്രകടമാണ്. അപ്പൊ നമ്മൾ ഇന്ത്യയിലാണെങ്കിലും പ്രത്യേകിച്ച് ഇന്ത്യക്കകത്ത് കേരളത്തിന് പുറത്തൊക്കെ ധാരാളം കോളേജുകളിൽ പല ഏജൻസികൾ വഴിയൊക്കെ കുട്ടികൾ പല കോഴ്സുകൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നമ്മളൊരു സ്ഥാപനത്തിൽ ചേരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഈ നമ്മുടെ കേരളത്തിന് വെളിയിൽ പോകുമ്പോഴാണോ ഉദ്ദേശിക്കുന്നത്? കേരളത്തിന് വെളിയിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടി ഒരു പഠനാവശ്യത്തിനായിട്ട് പോകുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്ഥാപനത്തിന് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അംഗീകാരം ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അംഗീകാരം ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ചായിരിക്കും ഏജന്റുമാർ കുട്ടിയുടെ നിന്ന് പൈസ മേടിക്കുന്നത്. പക്ഷെ ആ ഒരു അംഗീകാരം ഉണ്ടോ എന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ വെബ്സൈറ്റ് നോക്കിയോ, അല്ലെങ്കിൽ കോളേജിൽ ചെന്നിട്ട് നേരിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ച്, അതല്ലെങ്കിൽ വേറെ കൌൺസിലുമായി ബന്ധപ്പെട്ട് ചോദിച്ച് അവർക്ക് INC അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളത് ആദ്യമായിട്ട് ഉറപ്പുവരുത്തുക. കാരണം ഈ കുട്ടികൾ അവിടെ പഠിച്ചതിന് ശേഷം ചിലപ്പോൾ INC അംഗീകാരം ഇല്ലാതെ പഠിച്ചിട്ട് വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് വന്നിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോഴാണ് അവിടെ INC അംഗീകാരം ഇല്ല എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തുമ്പോൾ നമുക്ക് ആ INC അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക് നമുക്ക് രജിസ്ട്രേഷൻ നൽകാനും സാധിക്കുകയില്ല. അത് അന്നേരം ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ അത് നമുക്ക് നഴ്സിംഗ് കൌൺസിലിന് യാതൊരു സഹായം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിന് വേണ്ട ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത്, സൌകര്യങ്ങളുണ്ടോ എന്നുള്ളത് കഴിവതും ഒന്ന് നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെടുന്നത് നല്ലതായിരിക്കും. ഈ അംഗീകാരം, ഒരു സ്ഥാപനത്തിന്റെ അംഗീകാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുതുതായി തുടങ്ങുന്ന ഒരു നഴ്സിംഗ് കോളേജിന് ഫസ്റ്റ് ഇയറിനുള്ള അംഗീകാരം അല്ലെങ്കിൽ 2ാം വർഷത്തിനുള്ള അനുമതി, അങ്ങനെയാണോ? ഘട്ടം ഘട്ടമായിട്ടാണോ ഇതിന്റെ ഒരു അനുമതി ലഭിക്കുന്നത്? നമുക്ക് ഘട്ടം ഘട്ടമായിട്ടല്ല. നമുക്കൊരു കോളേജ് തുടങ്ങുമ്പോൾ അതിനൊരു മിനിമം സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ് MSR എന്ന് പറയും. അപ്പൊ ആ ഒരു മിനിമം സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ പറയുന്നതനുസരിച്ചാണ് നമ്മൾ കേരള നഴ്സിംഗ് കൌൺസിൽ നോക്കുന്നത്. അപ്പം എല്ലാ വർഷത്തെയും കാര്യത്തിനുള്ള സംഭവങ്ങൾ വേണം എന്ന് പറയുന്നെങ്കിലും കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ, ഭൌതിക സാഹചര്യങ്ങളുണ്ടോ. പക്ഷെ ലാബുകളൊക്കെ എല്ലാ ലാബുകളും വേണം. അതുപോലെ ക്ലിനിക്കൽ ഫെസിലിറ്റി ആണെങ്കിലും ക്ലിനിക്കൽ ഫെസിലിറ്റി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് 4th ഇയറിന്റെ ഇപ്പം ഫൈനൽ ഇയർ വരുമ്പോഴായിരിക്കും നമ്മുടെ ചില സ്പെഷ്യാലിറ്റികൾ വരുന്നത്. അപ്പൊ അത് ഇപ്പോൾ ഉടനടി ഇല്ലെങ്കിലും പിന്നീട് സമർപ്പിച്ചാൽ മതിയാകുമെന്ന് പറയുന്ന സാഹചര്യം ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം, സമയപരിമിതിയുണ്ട്, ചോദിച്ചോളൂ. പേര് പറഞ്ഞോളൂ. റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കാമോ? ചോദിച്ചോളൂ പെട്ടെന്ന് ചോദിച്ചോളൂ.
എന്റെ മോന് വേണ്ടിട്ടായിരുന്നു. അവൻ 7 വർഷമായി പഠിച്ചു തീർന്നിട്ട്. ഓക്കെ, എന്താണ് പഠിച്ചത്? GNM ആയിരുന്നു, ജില്ലാ ആശുപത്രിയിലാണ് പഠിച്ചത്. ഏത് ജില്ലാ ആശുപത്രിയില്? കോട്ടയം ജില്ലാ ആശുപത്രി. കോട്ടയം. ഓക്കെ. ഇപ്പം ജർമ്മൻ പഠിക്കും ഓടയപ്പത്തിന്റെ സ്റ്റൈഫൻഡോട് കൂടി. പിന്നെ B2 കൂടെ പാസ്സായ ഓഫർ ലെറ്റർ വരെയും കിട്ടിയിട്ടിരിക്കുക. ഓക്കെ. B2 ഡിസംബറിലാണ് പരീക്ഷ. ജനുവരിയിലാണ് രജിസ്ട്രേഷൻ പുതുക്കിയത്. ജനുവരിയിലായിരുന്നു അത്. ഇനി അത് തനിയാ പുതുക്കാൻ പറ്റുമോ? പക്ഷേ ചോദിച്ചപ്പോ അല്ല, എനിക്ക് മനസ്സിലായില്ല. ജനുവരിയിലാണ് രജിസ്ട്രേഷൻ. 2025 ജനുവരിയിലാണോ ഇനി പുതുക്കേണ്ടത്? 2025 ജനുവരിയിൽ പുതുക്കണമെങ്കിൽ നമുക്ക് ഏത് ഡേറ്റ് ആണ് നമുക്ക് ഓർമ്മയുണ്ടോ? ഡേറ്റ് ഓർക്കുന്നില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. എനിവേ നമുക്ക് ജനുവരി 15 വരെയുള്ള പുതുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ജനുവരി 1-ാം തീയതി നമ്മുടെ ഓൺലൈൻ സംവിധാനം ഓപ്പൺ ആവും. എല്ലാ മാസവും ഘട്ടം ഘട്ടമായിട്ട് ഓപ്പൺ ആവുന്നത്. അപ്പൊ ജനുവരി 15 വരെ പുതുക്കാനുള്ള അപേക്ഷയുടെ അത് ആണെങ്കിൽ ജനുവരി 1-ാം തീയതി ആവും ഓപ്പൺ ആവും. ജനുവരി 31 വരെയുള്ളതാണെങ്കിൽ പിന്നീട് 16-ാം തീയതി ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അത് ഓൺലൈൻ വഴി ചെയ്യാം. നേരിട്ട് മോൻ തന്നെത്താനെ ചെയ്യാവുന്നതേ ഉള്ളൂ ഓൺലൈൻ സംവിധാനം. അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ചെയ്യാവുന്നതാണ്. അത് പുതുക്കി കിട്ടാൻ താമസം ഉണ്ടാകുന്നതാണോ? പുതുക്കി കിട്ടാൻ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 3 ആഴ്ച താമസമുണ്ട്. അത്രയും അപേക്ഷകരുണ്ട്. അപ്പം നമുക്ക് ഈ ഓൺലൈൻ സംവിധാനം മാത്രം ചെയ്താൽ പോരാ. ഓൺലൈൻ സംവിധാനത്തിൽ ചെയ്തിട്ട് ഫീസും ഓൺലൈൻ അടയ്ക്കാം. ഈ ഓൺലൈൻ സംവിധാനം വഴി ചെയ്യുന്ന അപേക്ഷ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് അതിന്റെ പഴയ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മുടെ നഴ്സിംഗ് കൌൺസിൽ സമർപ്പിക്കണം. വരണമെന്നില്ല, പോസ്റ്റ് വഴി, സ്പീഡ് പോസ്റ്റ് വഴിയോ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ ട്രാക്കിംഗ് ഉള്ള സംവിധാനം വഴി അയച്ചു തന്നാലും മതി. ഒറിജിനൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവിലുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. എന്തായാലും വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. നമ്മളിന്ന് ഇന്നത്തെ ഹലോ ആകാശവാണിയിൽ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കാണ് കൌൺസിൽ രജിസ്ട്രാർ ഡോക്ടർ സോന PS മറുപടി നൽകിയത്. മാഡത്തിന്റെ വിലയേറിയ സമയം സ്റ്റുഡിയോയിലെത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടി നൽകിയതിന് നന്ദി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് നഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മുടെ രജിസ്ട്രേഷന്റെ ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കാണുകയും അതിന്റെ അതേ ഉത്തരവാദിത്വം എടുത്ത് തന്നെ അത് പുതുക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹലോ ആകാശവാണിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിങ്കര, വി സുരേഷ് കുമാർ. ഇന്നത്തെ ഹലോ ആകാശവാണിയിൽ എന്നോടൊപ്പം രേഖ അജിത്, ശ്രീജേഷ്. ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.